ഒന്ന് കെട്ടിപ്പിടിക്കൂ. തലവേദന എടുക്കുന്നു. ഹലോ അമ്മേ. മോനെ നീ പുറപ്പെട്ടോ? അമ്മ അത് ഇവിടെ ഓഫീസിൽ അർജൻറ്റായിട്ടൊരു വർക്ക് വന്നു. എനിക്കിവിടെ നിന്ന് മാറാൻ പറ്റാത്തൊരു. സാരമില്ല മോനെ, ഞാൻ അച്ഛനോടൊക്കാം. എടാ നീ ജോലി കളഞ്ഞിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നിനക്കേ ലീവുള്ളപ്പോൾ നീ വന്നാൽ മതി. ഒരു ജോലി കിട്ടേണ്ട പാടേ അവൾക്ക് അറിയണ്ടല്ലോ. ഞാൻ കാരണം മിസ്സായല്ലേ? സാരമില്ല, നീ ആദ്യം ഓക്കെ ആവും. ഞാൻ നാളെ വർക്ക് ഫ്രം ഹോം എടുക്കാം. ഹലോ അളിയ, ഇറങ്ങാറായില്ലേ? എടാ ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇവിടെ അർജൻറ്റായിട്ടൊരു വർക്ക് വന്നു. എടാ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ. എന്തോ ആടേ? മീര, നീ ഇപ്പോൾ ഓക്കെ ആണോ? നീ ഉള്ളതുകൊണ്ട് ഓക്കെയാണ്. കുറച്ചു മുന്നേ വയ്യായിരുന്നല്ലോ. അത് ആൻസൈറ്റിയുടെ ആടാ. ഇപ്പൊ കുഴപ്പമില്ല. മീര, നിനക്ക് ശരിക്കും വയ്യായിരുന്നോ? അതോ? എന്നുവെച്ചാ മീര, എനിക്ക് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ മിസ്സായി. എൻ്റെ അമ്മ അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. നിനക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടെ ഇരുന്നത്. ഇതിപ്പോ ഞാൻ ഫേക്ക് ചെയ്തെന്നാണോ നീ പറയുന്നേ? പറക്കൂ, ഞാൻ ഫേക്ക് ചെയ്തെന്നാണോ? തലവേദന ഉള്ള ഒരാൾ ഇങ്ങനെയാണോ? നിനക്കൊരു പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ നീ ഡൗട്ട് ചെയ്യാല്ലേ? മീര പ്ലീസ്, ട്വിസ്റ്റ് ചെയ്യരുത്. ടെസ്റ്റോ? ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തെന്നാണോ നീ പറയുന്നേ? ഞാൻ പറഞ്ഞോ നിന്നോട് എൻ്റെ കൂടെ ഇരിക്കാൻ? അല്ലെങ്കിലും നിനക്ക് നിന്റെ ഫാമിലി ഫ്രണ്ട്സൊക്കെ അല്ലേ ഇമ്പോർട്ടൻ്റ്? അതാ നീ ഇങ്ങനെ കണക്ക് പറയുന്നേ? മീര, നിന്നോടുള്ള ഇഷ്ടം കൂടുതലുണ്ട്. ഞാൻ വേണ്ടെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കൈ നോവും. ഞാൻ പോവാ. അക്കു, അക്കു, അക്കു പോലെ. അക്കു മാറി മീര. അക്കു. അച്ഛാ, എന്താടാ നിനക്കൊരു വിഷമം പോലെ? ഇല്ല അച്ഛാ, ഉണ്ടായിരുന്നു. ഇപ്പൊ മാറി. ഞാൻ ഓക്കെയാണ്. അക്കു, അക്കു സോറി അക്കു, എന്നൊന്ന് വിളിക്കൂ പ്ലീസ്.